സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ വീഡിയോക്ക് പോണതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. നമ്മുടെ സെർവറിൽ ഒരു ബ്രോ ഇട്ടൊരു വീഡിയോ ആണ്, അതിലുള്ള കുറച്ച് സംഭവങ്ങളൊന്ന് കാണിച്ചു തരാം. അല്ലെന്നെ. ഓ, ഇത് അവന്റെ വിസ അല്ലേ? ആ യൂട്യൂബർ, എനിക്ക് മനസ്സിലായി. ഈ ഒരു യൂട്യൂബറാണ് അലനി എന്ന് പറയുന്നത്. വെറും ന്യൂബാണ്. എൻ്റെ കില്ല് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. കറൻറ്റ് എനിക്ക് 78 എന്തോ ഉണ്ട്. കറൻറ്റാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ ഞാൻ ഈ പാട്ടൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടാണ് ഇട്ടുവിടുന്നത്. എനിക്ക് 78 കില്ലുണ്ട് കറൻറ്റ്. 10-12 കില്ല് ആ ന്യൂബിനെ ഞാൻ കൊന്നിട്ടാണ് കിട്ടിയത്. അത് കേട്ടല്ലോ, 10-12 കില്ല് ഈ നൂബിനെ കൊന്നിട്ടാണ് കിട്ടിയത്. ഓക്കെ, ഇനി ഞാൻ കൊന്ന കുറച്ച് ക്ലിപ്സ് ഞാൻ കാണിച്ചു തരാവേ. ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പം എന്തെങ്കിലും വീഡിയോ എടുക്കാൻ തോന്നിയത് എൻ്റെ ഒരു നല്ല ബുദ്ധി എന്ന് വിചാരിക്കാം. നിങ്ങൾ കണ്ടല്ലോ, ഫസ്റ്റ് കുറേ വട്ടം കൊന്നിട്ടുണ്ട്, അതൊക്കെ ഓക്കെ, ശരിയാണ്. ബട്ട് ജസ്റ്റ് നോക്കണം, അവൻ്റെ ആർമർ നോക്കണം, എൻ്റെ ആർമർ നോക്കണം. ഈ ഒരു ആർമർ പോലും ഇല്ലാത്ത എന്നെ, കൈമ ടൂൾസ് പോലും ഇല്ലാത്ത എന്നെ അവൻ്റെ കിടിലം പോലത്തെ ഗോഡ് ആർമറും അതേപോലെ തന്നെ സോഡും വെച്ച് അടിച്ച് കൊന്നിട്ടാണ് അവൻ പ്രോ പ്ലെയർ ആണ് പറയുന്നത്. എൻ്റെ ആർമറും കാര്യങ്ങളൊക്കെ ഞാൻ ചത്തിട്ട് പോയതൊന്നുമില്ല. ഞാൻ എൻ്റെ ആർമർ കാര്യങ്ങളൊക്കെ ഒരു ബ്രോയ്ക്ക് കൊടുത്തതാണ്. അതായത് ഞാൻ പറഞ്ഞു, ബ്രോ ഇപ്പോൾ തൽക്കാലം വെക്ക്, ആൻഡ് അത്യാവശ്യം നമുക്ക് ട്രസ്റ്റ് ഉള്ള ഒരാൾക്കും കൊടുത്താൽ, ടീമൊന്നുമില്ല, ട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് കൊടുത്തിട്ട് ഒന്ന് വെക്ക്, ഞാൻ ജസ്റ്റ് ആരെങ്കിലും ബേസ് കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തതാണ്. ആ ബ്രോ ഓഫ്ലൈനിലോട്ടും പോയി. പിന്നെ എനിക്ക് അപ്പം കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇനി അത് വിശ്വാസമില്ല, ഞാൻ എന്തെങ്കിലും തള്ളു പറയാമെന്നുണ്ടെങ്കിൽ അപ്പം ഞാനും ഉണ്ടായിരുന്നു, പിന്നെ ആ ബ്രോയും ഉണ്ടായിരുന്നു, പിന്നെ ദിലു ബ്രോ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനും ഉണ്ടായിരുന്നു. ആ ബ്രോ ഞങ്ങളുടെ ആലായി ആണ്, പുള്ളിക്കാരനും അപ്പോൾ ഉണ്ടായിരുന്നു. എടാ കുട്ടാ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിന്റെ ബ്രെയിൻ്റെ ഒരു ശതമാനം മാത്രമെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും. ഇപ്പം എൻ്റെ അടുത്താണ് നല്ല കിടിലം പോലത്തെ ആർമർ ഉണ്ടെന്ന് ഇരിക്കുക, നീ ഇപ്പം എൻ്റെ മുന്നിൽ ഒരു ആർമറും ഇല്ലാതെ നിൽക്കുക, ഞാൻ എന്നിട്ട് നിന്നെ കൊല്ലുക. എന്നിട്ട് ഞാൻ വന്ന് പറയുക, അയ്യേ ഇവനൊരു ന്യൂബാണ്, ഇവനൊരു കാട്ടുപോട്ടാണ്, ഞാൻ വലിയ സീനാണ്, ഞാൻ പ്രോയാണെന്ന്. അതേ അവസ്ഥയാണ് സംഭവം. അതൊന്ന് തിങ്ക് ചെയ്ത് നോക്ക്, എന്നിട്ട് ചിലക്കിരി. പിന്നെ ഇത്രയും പ്രോ പ്ലെയർ ആയ, ഇത്രയും സർവറിലെ ഏറ്റവും വലിയ 2 ടീമുണ്ട്, അതിലൊരു ടീമാണ് ഇവരുടെന്നൊക്കെയാണ് ഇവൻ പറയണത്. എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. എന്തായാലും അത്രയും പ്രോ പ്ലെയർ ആയ ടീമിലുള്ള ഇവന്റെ മാസം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ വീട്ടിലുള്ളവരെ വിളിക്കും, നേരിട്ടൊന്നുമില്ല, വീട്ടിലുള്ള അമ്മേനെ വിളിക്കും. അമ്മേനെ അച്ഛനൊക്കെ ഭയങ്കര വൃത്തിയായിട്ട രീതിയിൽ ഒരുമാതിരി പറയും. എന്നിട്ട് അത് മാസാണെന്ന് പറഞ്ഞെടുക്കണ ഒരു തരം കണ്ണാപ്പിയാണ് ഇവൻ. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കെങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു അൾട്ടിമേറ്റ് സാധനമുണ്ട്. അൾട്ടിമേറ്റ് സാധനം, അതായത് ഇവൻ്റെ വീഡിയോയിലെ അൾട്ടിമേറ്റ് സാധനം തന്നെ അതാണ്, നമ്മുടെ ബേസ് ഗ്രിഫാക്കൽ. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം, നമുക്ക് ഈ ബേസ് ഒന്ന് റെയ്ഡ് ചെയ്യല്ലേ എന്ന് ചോദിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് കത്തിക്കാം. വേറെ പണിയൊന്നുമില്ല, നമുക്ക് കത്തിച്ച് കളയാം. ഓ, സീരിയസ് ആരും ബച്ച നല്ല കിടിലം പോലെ മ്യൂസിക് ഇട്ടിട്ട് നമ്മുടെ ബേസൊക്കെ പോയി ഗ്രിഫാക്കിയിട്ട് സീനൊക്കെ ആക്കിയായിരുന്നു. അതായിരുന്നു വീഡിയോയിലെ അൾട്ടിമേറ്റ് സാധനം. ഇതൊക്കെ കാണുമ്പോൾ കണ്ടന്റ് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വെച്ചിട്ട് വെറും പുച്ഛമാണ് എനിക്ക് തോന്നണേ, വെറും പുച്ഛം. സോ ഇത് കാണാൻ നിങ്ങൾക്ക് ചിലപ്പം തോന്നുമായിരിക്കും, അനാർക്കിയിൽ എൻ്റെ ബേസ് ഗ്രിഫാക്കിക്കൊണ്ട് എനിക്കെന്തോ ഭയങ്കര വിഷമമുണ്ട്, അതിൻ്റെ പുറത്താണ് അങ്ങനെയൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ബേസ് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഗ്രിഫാക്കിയതാണ്. ഓക്കെ, എൻ്റെ ബേസ് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഗ്രിഫാക്കിയതാണ്. അതായത് നമുക്ക് കുറച്ച് ദിവസം പിന്നോട്ടും, അതായത് കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്ക് ചടച്ച്, സീരിയസ്ലി ആണ് ചടച്ച്. സോ എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ തന്നെ എൻ്റെ ബേസ് കത്തിച്ച് കുറേ ബ്ലോക്കൊക്കെ വെച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഗ്രിഫാക്കി. ഒരിക്കലും തിരിച്ച് വരില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ആക്കിയത്. ബട്ട് ഞാൻ പിറ്റേന്ന് തന്നെ വന്നേനെ. ബട്ട് എനിക്ക് 2 ദിവസം പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു 3 ദിവസം ലേറ്റായി പിന്നെ സെർവറിൽ തിരിച്ച് കയറി വന്നപ്പോൾ എന്താ, നമ്മൾ ഗ്രിഫാക്കിയ ബേസ് കുറച്ചുകൂടെ അലമ്പായിട്ട് വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ നമ്മുടെ ബേസിലുണ്ടായിരുന്നു. എന്നോട് ഇവൻ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇറക്കണുണ്ട്, അത് കണ്ടുകൊണ്ടിരുന്നൊക്കെ. ആ വീഡിയോ കണ്ടപ്പോൾ ഞാനും മനസ്സിലാക്കണേ, ഈ ക്യാ ഹേ, ഞാൻ ഗ്രിഫാക്കിയ ബേസ് ഇവൻ ഗ്രിഫാക്കി കണ്ടൻറ്റും ഇറക്കി വന്നു. ആ 3 ദിവസം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഫോണേ എടുത്തില്ല, സീരിയസ്ലി പറയാം, ഫോണേ ഞാൻ എടുത്തില്ല. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഞാനൊരു മെസ്സേജ് കണ്ടത്. ഞാൻ ആ മെസ്സേജ് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കാം. ഞാനല്ല കേട്ടോ ബേസ് ഗ്രീഫാക്കിയ, ബ്രോ തന്നെയാണ് ഗ്രീഫാക്കിയ. പിന്നെ എൻ്റെ പേരാക്കല്ലേ ബ്രോ, എൻ്റെ ടീമിൻ്റെ അടുത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ. ഇത് ഞാൻ എൻ്റെ സ്വന്തം ബേസ് ഗ്രീഫാക്കി. അന്ന് 1 മണിക്കൂർ പോലും ആയില്ല, അപ്പോഴേക്കും ഇവൻ അയച്ച വോയിസാണിത്. അതിൻ്റെ അടിയിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ അപ്പത്തെ ദേഷ്യത്തിലാക്കിയതാണ്. ഇവൻ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവനാണ് സത്യം പറഞ്ഞാൽ ഇതിലെ മാസ്റ്റർ മൈൻഡ്. ഇവൻ ആദ്യം ആസ്കാർഡിയൻസ് എന്ന ടീമിലുണ്ടായിരുന്നു, അവരിവൻ ഓമ്പിച്ചിട്ടാണ് ഇവൻ അദിബൻസ് എന്ന ടീം പോയത്. ആ അദിബൻസ് എന്ന ടീമാണ് നമ്മളെ ബേസിക് ഗ്രിഫാക്കി നീ പറയുന്നത്. പിന്നെ ഇവൻ ഓൾറെഡി നമ്മളെ കോർഡിനൻസ് ആദ്യം അറിയുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ ഒരു കഷ്ടകാലത്തിന് ഈ ലൈവ് ഞാൻ ഡീബഗ് അറിയാൻ നിൽക്കിപ്പോയി. സോ അവൻ അങ്ങനെ എൻ്റെ കോർഡിനൻസ് കണ്ടു. സോ അവനങ്ങനെ എൻ്റെ ബേസിൽ വന്നു, ബേസൊക്കെ ഇതാക്കി. ഓക്കെ, കണ്ടുപിടിച്ച ഗ്രീഫ് ചെയ്യണം, അനാർക്കി ആണല്ലോ. പക്ഷേ ഇവൻ നല്ല കുട്ടിയെ പോലെ എനിക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് പോലെ എന്തൊക്കെ സാധനം തന്നു. ബ്രോ ഞാൻ ഒന്നും ചെയ്യത്തില്ല ബ്രോ,
ഞാൻ ഒരു പാവമാണ് ബ്രോ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒലിപ്പീര്. ആൻഡ് ഇതൊരു അനാർക്കി ആയതുകൊണ്ടും ഇവനൊരു കുണ്ണയാണെന്ന് മനസ്സിലായതുകൊണ്ടും അന്ന് തന്നെ എൻ്റെ ടീംമേറ്റ്സിനോട് പറഞ്ഞത് നമുക്ക് ബേസ് മാറ്റണം, എന്തായാലും ബേസ് മാറ്റണം എന്ന് പറഞ്ഞു. സോ അന്നേ നമ്മൾ മാറ്റാമെന്ന് വിചാരിച്ചതാണ് ഈ ബേസ്. പിന്നെ വേറൊരു കാര്യം, ഇത്രയും നല്ലവനായി നിന്ന് ഇവൻ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബേസ് ഗ്രിഫാക്കുമ്പോൾ. ഇവിടെ ഞാൻ സ്വന്തമായിട്ട് ഗ്രിഫാക്കുമ്പോൾ ഉണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ സെർവറിലെ സ്റ്റാഫും ഉണ്ടായിരുന്നു. സ്റ്റാഫ് എന്നോട് ചോദിച്ചു, എന്താ ബ്രോ സ്വന്തമായിട്ട് സ്വന്തം ബേസ് ഗ്രിഫാക്കുന്നതെന്ന് ചോദിച്ചു. സ്റ്റാഫും ഉണ്ടായിരുന്നു. അത് ഒരു തെളിവാണ്, അല്ലെങ്കിൽ ഞാൻ അതും നുണ പറയാമെന്ന് വിചാരിക്കുമായിരുന്നു. ഓക്കെ ശരിയാണ്, ഞാൻ എൻ്റെ ബേസ് സ്വന്തമായിട്ട് ഗ്രിഫാക്കി. ഓക്കെ, പിന്നെ എങ്ങനെയാണ് അവർ ബേസ് ഗ്രിഫാക്കാൻ നേരത്തെ എൻ്റെ ബേസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കണേ? അതൊരു ഡൗട്ട് ഉണ്ടാകത്തില്ലേ? അത് ഞാൻ വേറൊരു വോയിസ് കാണിച്ചു തരാം. സെറ്റ് ആക്കിയിട്ടുണ്ട് ബ്രോ, കയറിക്കാൻ നോക്കിയേക്ക്. ഞാൻ ബേസൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, ബ്രോ കയറി ഇവനെ നോക്കിയേക്കുന്നോ. യെസ്, ഇതാണ് മെയിൻ ടെസ്റ്റ്. ഇവൻ വന്ന് പറയുവാണ് ഇവനാണ് എൻ്റെ ബേസ് റെഡിയാക്കിയ ബ്രോ, ബ്രോ കയറി നോക്കുന്നൊക്കെ. ആൻഡ് ഇവൻ എൻ്റെ ടീം പോലും അല്ല, എൻ്റെ ഏലായി ടീം പോലും അല്ല, അങ്ങനെയുള്ള ഇവനാണ് റെഡിയാക്കിയെന്ന് പറയുന്നുണ്ട്. ഇവനാണെങ്കിലും ആ അധിപൻസ് ടീമിലും. എൻ്റെ ഇനി ഇവ ശരിക്കും നന്നാക്കിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, കാരണം ഞാനപ്പോൾ കയറിയില്ല. ഞാൻ ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കയറി. അപ്പോൾ കുറച്ചുകൂടെ വൃത്തികേടായി കിടക്കുമായിരുന്നു. അതായത് ബേസിക്കലി പറയുവാണെങ്കിൽ ഞാൻ ഗ്രിഫാക്കിയ ബേസ് ഇവരുടെ ടീമിനെ നന്നാക്കിയിട്ട് ഇവരുടെ ടീം തന്നെ അത് വീണ്ടും ഗ്രിഫ് ചെയ്തിട്ട് ഇവരുടെ ടീം തന്നെ എടുത്ത് വീഡിയോയും ഇട്ട്, എന്നിട്ട് മാസ് ഡയലോഗും. Guys, I was sorry. Guys, don't comment bad words on Alini YouTube channel. Please are related to me. Other remove. Don't spread hate. Just in game things. ഗെയിമിന് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ അത്രയും വൃത്തികെട്ട രീതിയിൽ പറഞ്ഞ ഇവനൊക്കെയാണ് വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓ വെയിറ്റ്, ഞാൻ ഇപ്പോഴാണ് ഒരു സാധനം കണ്ടത്, ഞാൻ കാണിച്ചു തരാം. വെച്ചിട്ട് റെയ്ഡ് ചെയ്താൽ മതി, വെറുതെ നമ്മൾ കണ്ടോ എടാ മണ്ട, വില്ലേജറൊക്കെ കണ്ടാൽ മനസ്സിലാവണം അത് പുത്തമ്പുതി ഇപ്പോൾ കൊണ്ടുവച്ച വില്ലേജറെ പോലെയാണ്. എനിക്ക് ഡൗട്ട് അതല്ല, അവിടെയുള്ള ഒരു വില്ലേജറിനെ പോലും ഞാൻ ബാക്കി വെക്കാതെ എല്ലാത്തിനെയും കൊന്നിട്ടുണ്ട്. പിന്നെ ഈ വില്ലേജർ എങ്ങനെ അവിടെ വന്നെന്നാണ് എനിക്ക് ഡൗട്ട്. സോ ബ്രോ, നിങ്ങളൊരു കണ്ടന്റിന് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, വില്ലേജറിനൊക്കെ ഇത്രയും കൊണ്ടുവന്നു ബ്രോ, അത് ഡബിളാണ് ബ്രോ, അത് ഡബിളാണ് ബ്രോ. ഒരു മൊണ്ണയാണെങ്കിൽ കണ്ടന്റിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലോ, അത് ഡബിൾ സീനാണ് ബ്രോ. ബ്രോ ഇത് കാണുന്നുണ്ടെങ്കിൽ ബ്രോ ഒരു സൈക്കോണ് കേട്ടോ. ബ്രോ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഒന്നും ചെയ്തില്ലേ, മോശമല്ലേ? നമ്മളെ ബേസ് നമ്മൾ തന്നെ ഗ്രീഫാക്കിയ ബേസൊക്കെ അവരൊന്ന് ഗ്രീഫാക്കി കണ്ടാൽ ഇത്രയൊക്കെ ചെയ്തില്ലേ. സോ നമ്മളും അതുപോലത്തെ ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്ത പോലെ സ്ക്രിപ്റ്റ് ഒന്നും അല്ലെങ്കിലും ഒറിജിനലി ആയിട്ട് നിങ്ങളുടെ ബേസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഗ്രീഫാക്കാൻ പോവുകയാണ്. അത് സത്യസന്ധമാണ് കേട്ടോ. നമ്മൾ സത്യസന്ധമായിട്ടാണ് ഗ്രീഫാക്കണേ, നമ്മളിങ്ങനെ പറ്റിച്ചിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്നെ ഓമ്പിച്ചത് ഏതോ മറ്റേ റെയിൻബോ എന്ന് പറഞ്ഞ ചെക്കനെ വെച്ചിട്ടാണല്ലോ ഒക്കെ നന്നാക്കി പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബേസൊക്കെ ഒന്നുകൂടെ ഗ്രിഫാക്കി. അതേ ചെക്കനെ വെച്ചിട്ട് നമുക്ക് നിങ്ങളെ ഓമ്പിക്കാറിയാം, അതേ ചെക്കനെ വെച്ചിട്ടാണ് നമ്മളെ കോർഡിനേറ്റ്സും സെറ്റാക്കി ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഐശ്വര്യമായിട്ട് പോയിട്ട് ഗ്രിഫ് ചെയ്താലോ. അയ്യോ അതിനൊരു കാര്യം മറന്നുപോയി ഗൈസ്. നമ്മളങ്ങനെ ഈ സർവറിൽ ഏറ്റവും ബെസ്റ്റ് 2 ടീംസ് ആയിട്ടുള്ള അതിലൊരു ടീമിൻ്റെ ബേസാണ് ഗ്രിഫ് ചെയ്യാൻ പോണേ. സർവർ റിച്ചസ്റ്റ് ടീമാണെന്ന് അവർ തന്നെ പറയുന്ന ഒരു ടീമാണ് കേട്ടോ, വേറെ ആരും പറയുന്നില്ല, അവരുടെ ടീമിനെ പറയാനുള്ളൂ. അങ്ങനത്തെ ഒരു ടീമിൻ്റെ ബേസാണ് നമ്മൾ ഗ്രിഫാക്കാൻ പോകുന്നത്, നമുക്ക് പോയി ഗ്രിഫാക്കാം. എനിവേ നമ്മുടെ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ ടീമേറ്റ് ടർബോ ബ്രോ കൂടെ ഉണ്ട് കേട്ടോ. ബ്രോന്റെ അഭിപ്രായം എന്തോ ബ്രോ നമ്മൾ ഈ ബേസ് ഗ്രിഫാക്കാൻ പോകുന്നതിനെ പറ്റി? എന്തായാലും പൊളിച്ചല്ലേ പറ്റൂ, നമുക്കിട്ട് തിരിച്ചു കൊടുക്കണല്ലോ. അതൊക്കെ അത്രേ ഉള്ളൂ ബ്രോ. ഈ ഡ്രാഗോ ബ്രോനെ പറ്റി എന്താ അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞാൽ വിളിച്ചു തിരിച്ചെന്തായാലും ഒന്ന് കൊടുക്കണം, അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളെ ബേസ് നമ്മൾ ഗ്രിഫ് ചെയ്ത ബേസ് അവര് നന്നാക്കി ഇതാക്കി എഫേർട്ടിനെ പറ്റി ബ്രോക്ക് എന്താ പറയാനുള്ളത്? മൂഞ്ചിത്തരാണ് പാവങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ബ്രീഫാക്കാൻ. ഗൈസ് നമ്മള് ഗ്രീഫ് ആകണമെന്ന് ഇങ്ങനെ ഇങ്ങനെ സ്പീഡിൽ മറ്റേ നമ്മള് മാസ് മ്യൂസിക് ഇട്ടാണ് കാണിക്കുന്നത്. അതായത് അങ്ങനെയാണ് ഡ്രാഗോ ബ്രോ ഇട്ടത്. ഡ്രാഗോ ബ്രോ ഒരു കിടിലം മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് നമ്മള് ബേസിക് ഗ്രിഫ് ആക്കിയത്. സോ നമുക്കും അതേ മ്യൂസിക് ഇട്ടിട്ട് അതേപോലെ ഗ്രിഫ് ആക്കാം. നൈസ് അല്ലേ? അതൊക്കെ സെറ്റ് ചെയ്യും. എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് കുറച്ച് സ്പീഡിൽ നമ്മൾ TNT ഇട്ട് പൊട്ടിക്കണത് കണ്ടിട്ട്. ആൻഡ് ഗൈസ് ഐ എം സോ സോറി, എനിക്ക് ആ മ്യൂസിക് കിട്ടിയില്ല, ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വേറൊരു മ്യൂസിക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സർവറിലെ വലിയ ടീമാണ്, സീനാണ്, റിച്ചാണ്, വലിയ റിച്ചസ്റ്റ് ടീമാണെന്നൊക്കെ പറഞ്ഞിട്ടും പക്ഷേ അന്ന് ലൂട്ടൊന്നും ഇല്ലാത്ത മോശമാണ് കേട്ടോ. അത് ഡിസപ്പോയിൻമെൻ്റ് ആയി. ഇറ്റ്സ് കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ മറ്റേ ഗ്രിഫാക്കി നല്ല ഭംഗിപൂർവ്വം നടക്കണം. നിങ്ങൾ കാണണമല്ലോ, അല്ലേ കിടിലമാണ്. ടെസ്റ്റിലൊക്കെ ഒരു താങ്ങില്ല, കുറച്ച് ടോട്ടൊക്കെ ഉണ്ട്, വേറെ ഒന്നുമില്ല. എന്തായാലും ബാക്കി എന്തായാലും പെട്ടെന്ന് പോയി പൊട്ടിക്കട്ടെ.
പിന്നെ നമുക്കിവിടെ എഴുതി വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ എഴുതി വെക്കണുണ്ട് അല്ലേ ബ്രോ? അതൊക്കെ തരുള്ളൂ. എനിക്ക് ബ്രോ കുറച്ച് എഴുതി വെക്കണം. എനിക്ക് കുറച്ച് കവിത എഴുതി വെക്കാനുണ്ട്. എഴുതി വെക്കണം. ബ്രോയുടെ മനസ്സിലുള്ള എന്താന്ന് വെച്ച് എഴുതിക്കോ. അത് എന്തെങ്കിലും എഴുതി. അത്രയും നല്ലൊരു ടീമിന്റെ അത്രയും നമ്മുടെ സർവറിനെ ഓർക്കണം ബ്രോ. അത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ള കിഡിലൻ ടീമിന്റെ ബേസാണ് നമ്മൾ ഗ്രിഫ് ചെയ്യാൻ പോണേ. അതെ അതെ. അപ്പൊ എന്തായാലും ഓക്കെ എന്തായാലും നമ്മള് ഒക്കെ ഗ്രിഫ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മൾക്ക് എഴുതി വെച്ചോണ്ടിരിക്കുവാണ്. എന്തായാലും മെയിൻലി ഇത്രയൊക്കെ ഉള്ളു. നമുക്കിട്ട് തന്ന് നമ്മൾ തിരിച്ചെടുത്ത്. ഒക്കെ തരുള്ളൂ. സോ എനിവേ അത്രേ ഉള്ളൂ. അവർ നമ്മളെ ബേസും കഷ്ടപ്പെട്ട് അവർ ഗ്രീഫാക്കിയല്ലോ. നമ്മുടെ ബേസ് അവർ കഷ്ടപ്പെട്ട് കുറേ പ്ലാനൊക്കെ ചെയ്ത് ഗ്രീഫാക്കിയല്ലോ. സോ നമ്മൾ ഇത്രയും ചെയ്തില്ലെങ്കിൽ മോശമല്ലേന്ന് വെച്ചിട്ടാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത് തന്നെ ആക്കിയത്. പിന്നെ അവരെന്തൊക്കെയോ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മളൊക്കെ വെറുതെ വിട്ട് അതിലും ബാക്കി വെക്കട്ടെ, കുറച്ച് നെതറിലൊക്കെ പോയി കുറച്ച് നെതറേറ്റൊക്കെ ഉണ്ടാക്കട്ടെ വെച്ചിട്ട് അത് നമ്മൾ ബാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഡ്രാഗോബ്രോനോടാണ് പറയാനുള്ളത്, എന്തൊക്കെ ഉണ്ടെങ്കിലും അനാർക്കിയാണ്. ഓക്കെ ശരിയാണ്, ഗെയിമിലെ കാര്യങ്ങളെന്ന് വെച്ചിട്ട് വീട്ടുകാരൊക്കെ ഭയങ്കര വൃത്തികെട്ട രീതിയിലൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ്. അതൊരിക്കലും മാസമല്ല, അത്രയും വൃത്തികെട്ട പരിപാടിയാണ് വീട്ടുകാരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്. സോ മേ ബി അത് വളർത്ത ദോഷമായിരിക്കാം, എനിക്കറിയത്തില്ല. എന്തായാലും ഭയങ്കര മോശമാണ്. എനിക്ക് പറയാനും തോന്നി. മാറ്റുവാണെങ്കിൽ ബ്രോ മാറ്റാൻ പറ്റുവാണെങ്കിൽ മാറ്റി, അത്രയും നല്ല കാര്യമാണ്. അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ. സ്നേഹം മാത്രം. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും ഗൈസ് ബൈ, ടാറ്റ, ലവ് യു ഓൾ.